സർജാനയുടെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് വന്ന അപ്കമ്മിങ് ആക്ടറാണ്. എന്നെ കാണിച്ചു, ഫോട്ടോ കാണിച്ചാൽ ഞാൻ 2-3 പേരൊക്കെ വന്നു, വേറെ പല ഹീറോസിന് ഇങ്ങനെ ചൂസ് ചെയ്ത് വന്നപ്പം സർജാനയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛയ്ക്ക് ഇഷ്ടപ്പെട്ടു, നല്ല മിടുക്കനാണ്, സ്റ്റെല്ലയ്ക്ക് ചേർന്ന ആളായിട്ട് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ സർജാന ഇതിലെത്തി. മറ്റു പ്രമുഖരായ പല താരങ്ങളും ഇതിലുണ്ട്. പിന്നീട് അവരറിയിക്കും. എന്താ പറയുക, സേതു എന്ന് പറയുന്ന എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് സീനിയേഴ്സ് എന്ന പടം. കാരണം ഞാൻ സീരിയസ് റോളുകൾ ചെയ്ത് വന്ന് എനിക്കൊരു ഹാസ്യപ്രധാനമായ വേഷങ്ങളിലേക്ക് ഞാൻ എത്തുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവെ പ്രേക്ഷകരുടെ ഇടയിലുണ്ടായിരുന്നു. അത് മുഴുവൻ മാറ്റിമറിച്ച് എനിക്ക് വലിയ ഒരു ബ്രേക്ക് തന്ന സിനിമയായിരുന്നു സീനിയേഴ്സ്. സച്ചിയും സേതുവാണ് എഴുതിയല്ലേ. സേതു അന്നുമുള്ള ആത്മബന്ധമാണ്. അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ മല്ലു സിംഗും സേതുവിൻ്റെ ഒറ്റയ്ക്കുള്ള രചനയിൽ ഞാൻ അഭിനയിച്ചു. അങ്ങനെ സേതുവായിട്ടുള്ള ആത്മബന്ധം വളരെ വലുതാണ്. പിന്നെ അലക്സ് എത്രയോ വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമാണ്. അലക്സിനെ ആ സിനിമയിൽ വന്ന കാലം മുതലുള്ള പരിചയമൊക്കെയാണ്. അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്രൂ ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു സ്വന്തം വീട് പോലെ തന്നെ അവിടെ എനിക്ക് കാണാൻ കഴിയും. അത്ര നല്ല രീതിയിൽ എല്ലാം കൊണ്ടും അനുഗ്രഹിച്ച ഒരു സെറ്റായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം. ഞാൻ പ്രഖ്യാപനമൊന്നുമില്ല, ഒരറിയിപ്പാണ്. എൻ്റെ മകൾ അങ്ങനെ സിനിമയിലെത്തുന്നു. ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ അവൾക്ക് സാധിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരുപാട് നന്ദി. കാരണം ഇവിടെ ഇന്ന് രാവിലെ ഈ മഴയത്ത് പലരും ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടാണ് വന്നത്. അപ്പോൾ എന്നും എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവണം. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.